ഹലോ ബാബ. അക്കമ്മ, നാളത്തെ ഡീലിനിടയിൽ ഒരു ചേഞ്ച് ഉണ്ട്. അയ്യോ, അതെന്ത് പറ്റി ബാബ? നാളത്തെ ഡീലിനിടയിൽ പോലീസുണ്ട്. അതേ മാമാർക്കുള്ള പാർട്ടി 10:30 ആണ് അവർക്ക് കൊടുത്ത സമയം. നാളത്തെ 2-1 കള്ളം കയറും. അയ്യോ ബാബ, അങ്ങനെ പറയല്ലേ. അവരോടെ ഞാനൊരു 3-4 അവധിയായി പറയണു. ഇനി ഇതും നടന്നില്ലെങ്കിൽ എന്റെ കച്ചവടം പൂട്ടും ബാബ. 2-3 മാസമായിട്ടേ ഒരു ഡീലും കിട്ടിയിട്ടില്ല. ഇനി ഇതും നടന്നില്ലെങ്കിൽ പഴയ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് എനിക്ക് മടങ്ങി പോകേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്യ, ഡീൽ നടക്കട്ടെ. നീ അത് 9:30 തീർക്കണം. മനസ്സിലായോ? ശരി. ഒരു വെടിക്ക് 2 പക്ഷി. കൊത്തിയാലും ഡീൽ നടക്കണം. അവരെ പിണക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ നിനക്ക്? അത് ഞാൻ ഏറ്റു ബാബ. 9:30 ഡീല് നടന്നിരിക്കും. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. പാർട്ടി നാളെ കൃത്യം 8 മണിക്ക് കോഴിക്കോട് ഉണ്ടാവും. ഇനി നീ തീരുമാനിക്കും. എന്നാ പാർട്ടിക്കുള്ള മിക്സിന്റെ ബാക്കി ഉടനെ വരും. ശരി. അയ്യോ എടാ ഷുക്കൂറെ, ഓടിവാ. ഒരു സോഡ നാരങ്ങളോട് ഇവിടെ അക്കക്ക് ബേപ്പി കൂടിയുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നാളെ എനിക്കൊരു ലീവ് വരാൻ പറ്റുമോ? അക്കറിയാലോ, വെറുതെ ഇരുന്ന് തിന്നാനുള്ള ഒറ്റ ആഗ്രഹം കൂടെ ഞാൻ അക്കന്റെ ഗ്യാങ്ങിൽ വന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പോലീസ്. നമ്മൾ ജയിലിൽ കയറിയല്ലേ, അവിടെ ചപ്പാത്തി പരത്തണം, ചിക്കൻ കറി വയ്ക്കണം, ഇതെല്ലാം ചെയ്ത് നടുകൂടി. പ്ലീസ് അക്ക, അക്കം കരയരുത്, അക്കം കരയരുത്. എന്റെ ഹൃദയം പിടക്കി. നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അക്കം പറയുന്നത്? പുതുപ്പിനോട് നാളെ രാവിലെ 8 മണിക്ക് വരാൻ പറയണം. പറഞ്ഞേക്കാം. ഞാൻ കുടിച്ചോളാം. ചോക്കോബാറല്ലേ ഇത്? വാളംപൊടിയാ. അക്കക്ക് വിശക്കൂലേ? തേക്ക് അങ്ങോട്ട് നോക്കിയ സൂര്യനെ കണ്ട നെയ്റോഷി ചമ്മന്തി ഒഴിച്ചോല്ല. ഞാൻ ഇവിടെ എത്താറായി. കഴിച്ചോന്നോ? എന്ത് കഴിച്ചോന്ന്? നമ്മുടെ വയറ്റിലുള്ളതൊന്നും പുറത്തോട്ട് പോയിട്ടില്ല. അപ്പോഴകത്തോട്ട് നീ ഒന്ന് ഫോൺ ചെയ്യേ. എന്റെ പൊന്നു മോനെ, കൊച്ചിയിൽ നിന്ന് ബസ്സിൽ കയറും മുമ്പ് പള്ളം നിറയ്ക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാ. രമേശാണോ സതീഷാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവന്മാർ 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടുമില്ല, എന്നെയോട്ട് ഉറക്കിയിട്ടുമില്ല. വന്ന വഴി വണ്ടി നിർത്തിയപ്പോഴേ ഒരു വാട്ടച്ചായം കൂടി കുടിച്ചു. അതോടെ പൂർത്തിയായി. എൻ്റെ കട്ടപ്പ വരെ ഇളകിപ്പോയി. ഒന്ന് മാറി. ഇയാൾ എന്താ എന്റെ പൊന്നേട്ടാ, തിരുന്ന് പിടിപ്പിക്കില്ല. സ്റ്റോപ്പിൽ നിർത്തട്ടെ. എടാ കൈമാറ്റട്ടെ ചക്ക. നിന്റെ സ്റ്റോപ്പ് എത്തുമ്പോ എന്റെ സ്റ്റോപ്പ് തെറ്റും. കൈമാറ്റിക്കും. ഈ മനുഷ്യൻ ഈ ഡോറൊന്ന് തുറക്കടാ ചക്ക. ആദ്യം തുറന്നു കൊടുക്കല്ലേ, ഇയാൾ ഇതിനോട് തല്ലിപ്പൊളിക്കും. പിന്നെ
സ്കൂളിൽ പോകണ്ടേ? പ്രഭാകരേട്ടാ, ഇതാ പേപ്പറിന്റെ ബില്ല്. പൈസ എത്ര 10 രൂപ. ഇതിവിടെ അടുത്ത മോനെ, നമുക്കറിയാം. ശരി, കേറിക്കോ. നാട്ടുകാരി കൈവെക്കാതെ ഇന്ന് വരെ വണ്ടി മുന്നോട്ട് പോയിട്ടില്ല. ഇന്നെങ്കിലും കർത്താവേ, നീ എന്റെ പ്രാർത്ഥനകൾ, നീ എന്റെ മാനസിക കർത്താവ് വന്നിട്ട് കാണാം. മോനെ, ഇതാ സർവീസ് റോഡ്. എത്രയാ? 40 രൂപ. അപ്പൊ ശരി എന്നാ. ശരി. ചേട്ടാ, 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 ഞാൻ എറണാകുളത്ത് നിന്നാണ്. സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, ശരി. ആ, താങ്ക് യു. എടാ ബാബു, നിന്നെ കൊണ്ടുവന്നാണ് പോയില്ലേ, പിന്നെന്തിനാ അവിടെ ഇരിക്കുന്ന? പോ പോ പോ. ബാബ, ആ രണ്ടിന്റെ ആൾ എത്തിയിട്ടുണ്ട്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി എടുത്തപ്പോഴേക്കും നിങ്ങൾക്ക് ദോഷകരമാണ്. ഞാനിപ്പോ കത്തിക്കണില്ല, തീർന്നില്ല പണി. ഓട്ടം പോവോ? ഓ, കേറിക്കോ. രാവിലെ എന്റെ മരണമാണല്ലോ കേൾക്കുന്നത്. സഹോ, നാം നടന്നു പോയിക്കോളാം. എന്താ നീ രാവിലെ ആളെ കളിക്കണം? ആണല്ലോ രാവിലെ കയറിക്കൊണ്ടും മനുഷ്യനും മനക്കെടുത്താനൊക്കെ വന്നോളും നാശകള്. എന്താടി ചെയ്താ മുറി? ഹലോ ഇക്ക, ഗ്യാസ് തീർന്നിട്ട് എത്ര ദിവസമായി? എന്തെങ്കിലും കിട്ടുമോ? ആ പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം മറക്കണ്ട. ഇന്ന് അടച്ചില്ലെങ്കിലേ നാളെ ഇരുട്ടത്ത് കിടക്കേണ്ടി വരും. മുതലക്കുളത്തേക്ക് ഓട്ടം കിട്ടുമ്പോ അടച്ചോളാം. നീ ഒരു ഓട്ടോ പിടിച്ച് മുതലക്കുളം ബസ് സ്റ്റോപ്പിലേക്ക് വാ, ഞങ്ങൾ അവിടെ വന്നിട്ട് വിളിക്കാം. കോഡ് മറക്കണ്ട. ശരി. ഓക്കേ മാഡം, അവിടെ അടയാളം എന്തെങ്കിലും? രാവിലെ തന്നെ ഇത് തലണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 2 പൊറോട്ട കൂടുതൽ കഴിക്കായിരുന്നു. പെട്ടെന്നായിക്കോട്ടെ. 4 കട്ട് നിന്നാ. ചേട്ടാ, പോവോ? എന്തേ പോണ്ടേ? പോണം. മുതലക്കുളം. മുതലക്കുളത്തേക്കാ നിങ്ങളെ കാത്തിരിക്കുന്നു. കേറ്. ഓ, ടൂസി AC ഒന്നുമില്ല. വണ്ടി ഓടുമ്പോ നല്ല കോഴിക്കോട് കാറ്റ് കിട്ടും. അതിനിടയിൽ കോർപ്പറേഷൻ വണ്ടി ഒന്നും പോയില്ലെങ്കിൽ നല്ല കോഴിക്കോട് ഹലുവയുടെ മണവും കിട്ടും. കേറിക്കോ, കേറിക്കോ. കേറിയാ? ഇല്ലേട്ടാ, ഒരു മിനിറ്റ്. പോകട്ടെ. മുതലക്കുളത്ത് എവിടെയാണ് പോകേണ്ടത്? ഞാനതിന് കറണ്ട് ഓഫീസ് വരെ ഉണ്ട്. അത് ഈ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, പിന്നെ ടാക്സ് ഒക്കെ കിടക്കണ ആ ഓഫീസ്, ഇതിലേതാ? അതൊന്നും അല്ല ഏട്ടാ, എനിക്ക് അവിടെ ഒരാളെ കാണാനാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിർത്തിയാൽ മതി.
അപ്പൊ കോപ്പറേറ്റീവ് കോളേജിന് മുമ്പിൽ ഇറക്കാം. അതാവുമ്പോ കുറച്ച് മൊഞ്ചത്തുകളൊക്കെ കാണാനല്ല. നീ ഇവിടെ ആദ്യമായിട്ടാണ്? അതേട്ടാ. അതാണ്. കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ. എവിടെ ചെന്നാലും കട്ടുകൊണ്ട് പോയതിന്റെ കള്ളന്മാരുടെ കാര്യം മാത്രം പറയാം. മതി. മോനെ ഇവിടെ നിർത്തിയാ. ഇതാണ് മുതലക്കുളത്തിന്റെ ഒരു ഇത്. ആ മതി. എത്രയാ? 40 രൂപ. അയ്യോ മോനെ, ചേഞ്ചിലില്ല, കൈയിട്ടപ്പോ കിട്ടിയുള്ളൂ. വേറെ ചേഞ്ച് ഇല്ലല്ലോ. എന്നാ ചേട്ടനത് വെച്ചോ, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ തന്നാ മതി. ഓ ശരി. നമോ ഭാഗം. പോട്ടെ. ഫോട്ടോടൊക്കെ പോക്ക് കണ്ട ബംഗാളി പാട്ടോടെ ടൈമിങ്ങളല്ലേ. അയ്യോ എന്ത് ശബ്ദം കേട്ട്. പുതുപ്പേട്ട ഒന്നൊതുങ്ങി, ഞാൻ ഓടി കയറട്ടെ. വണ്ടി നീ ഓടിക്കോ. ഈ പാട്ട് വണ്ടിയാ ഞാൻ ഓടിക്കാനാ. എന്റെ പട്ടി ഓടിക്കും. ഞാനേ തൂങ്ങിക്കിടന്ന് വന്നോളാം. പട്ടി ഒന്ന് വണ്ടിക്കാട്ട് തൂങ്ങാൻ സ്ഥലം ഡിക്കോർക്കോ. മടക്കി ഉടനെ പോയി. എന്തൊരു പതാലേ. ചേട്ടാ ഇതിലേതെങ്കിലും നോക്കിയോ? തീർച്ചയായിട്ടും. മധുമൊഴികാതെ ഒരു പണിക്കും പോകാത്ത മലയാളിക്ക് വേണ്ടി പണി. ഇപ്പോഴും ബസ്സുള്ളതാ വരും. ചേട്ടാ ആ ഡോർ തുറന്നു. ടൈമിങ്ങളല്ലേ മര്യാദക്ക് വിളി. ഇവിടാണോ? നീ ഇപ്പൊ വാർക്കപ്പണിക്കും സെപ്റ്റി ടാങ്കിന്റെ പണിക്കൊന്നും പോണില്ലേ? 2 ദിവസം ആയിട്ടില്ല. ഈ ബേലെ കണ്ടില്ല, എങ്ങനെ പോവാണ്? വെയിലും മഴയൊന്നും നോക്കണ്ടാ. നീ പണിക്ക് വെക്കോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയാവും. മലയാളിയുടെ ഒരു ഗതികേട് ബംഗാളിയുടെ പണിക്ക് വിട്ടിട്ട് മലയാളിക്ക് കഴിയും. പൊടാ പട്ടി. ഇതൊക്കെ വെറുപ്പാണ്. ജബ്ബാറെ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ നേരായി. ഇതുവരെ ഫോൺ എടുക്കുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുളം മൊത്തം ഒന്ന് അരിച്ചു പറിക്കാലോ. ഈ വണ്ടിയായിട്ടാ? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? ഇടക്കൊന്നും തള്ളണം. ഈ തള്ളല്ല കുഴപ്പം, തന്റെ ഭാഗത്തുള്ള നിർത്ത്. മുതലക്കുളം പോയാലും ആളിനെ നമുക്കറിയില്ലല്ലോ. അവൻ ഫോൺ എടുക്കാൻ നമ്മൾ അവിടെ ചെന്ന് കറങ്ങിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇടയിലാണ് പോലീസും ഉണ്ട്. എന്നാ നമ്മളിൽ ആരെങ്കിലും ഒരാൾ പോയാലോ? അതിന് നിനക്ക് അവനെ അറിയോ? ഇല്ല, അക്കറിയാലോ. എനിക്കൊന്നും ഒരൊറ്റൊരുത്തരാണ് ഇവരെ ചീത്തേക്കണം. നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് സംശയിക്ക്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എവിടെ നിന്നാണ് നല്ല സാമ്പാറിന്റെ മണം അല്ലേടാ? കിട്ടിയാ? ഇല്ല. ഹലോ മോട്ടോ. മനുഷ്യനെ നന്നായിട്ട് തേങ്ങരച്ചു. ഇന്ന് നമ്മള് ലീവ് ആക്കുകയെന്ന് ആലോചിക്കണം. നിങ്ങളിങ്ങനെ ലീവാക്കിയ 5-6 മുറ്റത്ത് ഓടിക്കളിച്ച് കിടക്കണേ. ഈ കുന്ത്രാണ്ട വലിയ ശല്യമല്ല. ഇതെന്റെ ഫോണാ. എത്ര കാലം നിങ്ങളോട് വാങ്ങിച്ചു തരാൻ പറയണേ, ഇപ്പോഴെങ്കിലും തോന്നിയില്ല. നമ്മുടെ കളഞ്ഞു കിട്ടിയതാ. സത്യം പറ, നിങ്ങൾ ഇത് അടിച്ചു മാറ്റിയതല്ലേ? പിന്നെ ഏതാ ഈ ഫോൺ? ഞാൻ പറഞ്ഞില്ലേ കളഞ്ഞിട്ടാണെന്ന്. വണ്ടി കയറി ആരാനിന്റെ. എന്നെ പഠിച്ചാനേ
അല്ല നിങ്ങളെന്താ നേരത്തെ ബെല്ലടിച്ചിട്ട് നോക്കാഞ്ഞേ? ഞമ്മക്ക് ഇതിന്റെ കിക്കുമത്തൊന്നും വലിയ പരിചയമില്ല. അല്ല വസീമിനെ അറിയാ, ഓനെ വിളി. വസീമേ, വസീമേ, എന്താ ഇതെന്താ? ഇതൊന്ന് നോക്കണം. വാങ്ങിയാ അത് നമ്മുടെ അല്ല. ഇത് നമ്മുടെ നവാസ്ഖാന്റെ ഫോൺ പോലത്തെ ലോക്കാനുള്ള നമ്പർ പറ. നമ്പർ എനിക്കറിയാമോ? സത്യം പറപ്പാ, നിങ്ങൾ ഇത് അടിച്ചു പറ്റിയല്ലേ? കള്ള ഹിമാറിനെ ഒറ്റ കിഴ്ത്തിട്ടാ. എന്റെ മനുഷ്യനെ ഇത് വല്ല പാവങ്ങളുടെ ആയിരിക്കും. ഇനി അവര് വല്ല പരാതിയും കൊടുത്തിട്ട് വേണം കള്ള മമ്മാലിയുടെ വീട്ടില് പിന്നെയും പോലീസ് കയറിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. ഒരു പോയി കറിയോ കറി. എന്ത് പാപ്പേടന്റെ ഉമ്മാന്റെ കെട്ടിയല്ലേ? അല്ല പിന്നെ ഇടക്കിടക്ക് ലീവ് എടുക്കാൻ പോയത് വലിയ അബദ്ധമായി പോയി. എന്താണ്? ഓ മൈ ഗോഡ്, ചിക്കൻ പുട്ട് കണ്ട, ചിക്കൻ പുട്ട്, മട്ടൻ പുട്ട്, മസാല പുട്ട്, പാനിപൂരി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പേപ്പറിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചാൽ കളഞ്ഞാ അത് വിളിക്കണ വണ്ടിയാണ്. അങ്ങനെയില്ലല്ലോ. വേഗം വന്ന് കേറടാ. ഇവിടെ മനുഷ്യർ തലക്ക് തീ പിടിച്ചിരിക്കുമ്പോ നിന്റെ കൊടുക്കത്ത തീറ്റ. എന്നിട്ട് പോകായിരുന്നില്ലല്ലോ. ഞങ്ങളൊന്നും കഴിച്ചില്ല, ഞങ്ങൾ കഴിക്കണ കണ്ടേക്കായിരുന്നു. എടാ ജബ്ബാറെ, പോലീസിന്റെ കാര്യത്തിൽ തീരുമാനമായി. ന്യൂസ് ഇല്ല, നമുക്ക് അവനെ ജീവനോട് പിടിച്ചേ പറ്റും. ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ട. ഒരുത്തരെ നമ്മൾ ജീവനോടെ പിടിച്ചിട്ട് എത്ര നാളായി. എന്നാ പിന്നെ ഈ തടിയോണ്ട് അങ്ങനെയെങ്കിലും വല്ല ഉപകാരം ഉണ്ടാവട്ടെ. ബിരിയാണി കല്യാണത്തിന് പീസാക്കാൻ കൊള്ളാം. എവിടെ കല്യാണം? കണ്ടാ ഫുഡെന്ന് കേട്ടപ്പോ ആക്രാന്തം കണ്ട. വണ്ടി എടുക്കണ എന്തൊരു ടൈമിങ് ഇന്ന് സ്റ്റാർട്ടായ എല്ലാം കൂടി കേറണം. മലക്കുടിയാ സ്റ്റിയറിംഗ് പുറകിലായാ മതിയായിരുന്നു. ഫ്രണ്ടിൽ ഒരാളെ കൂടി കയറ്റിയിരുന്നെങ്കിൽ കറക്റ്റ് സീറ്റ് ആയിരുന്നു. ഓടിച്ചാ മതി. ഇത് സ്പീഡിന് പോവുകയാണോ അതോ നിയന്ത്രണം വിട്ടു പോവുകയാണോ? കാറ്റ് പിടിച്ചു പോകണമെന്ന് നീ പോയിട്ട് വാ. ശരി. എന്താ ഈ കുന്തരാട്ടത്തിന്റെ ഒച്ചയും പറയുന്നത് കുറച്ചേ. ഫോണൊക്കെ വാങ്ങി. ഇത് വണ്ടി കിടന്ന് കിട്ടിയതാ. ഓഹോ, പഴയ പരിപാടി പിന്നെ തുടങ്ങിയല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കടാ. പണ്ടിന്റെ ഇളയാമാനെ കണ്ടുപോയ പിന്നെ നമ്മളെല്ലാവരും കാണുന്ന കള്ളനെ പോലെയാ. അത് നമ്മുടെ കുഴപ്പമല്ല. നിങ്ങളിങ്ങനെ കളഞ്ഞു കിട്ടിയ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചോ നിനക്കറിയാം. എന്റെ 6 മക്കളാണ്, അവരുടെ ഉമ്മാന ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാണ്. പാറ്റേൺ ലോക്കൊക്കെ ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരു 500 രൂപയെങ്കിലും ആവും. 500 രൂപ? ഇത് വിറ്റ കാശുവല്ല കിട്ടൂ. ഒന്ന് പോയളേപ്പാ, ഇതുവല്ല പാവങ്ങളുടെ ഫോണായിരിക്കും. ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്കും. അവരെ കണ്ടാണ് കിടന്ന് വിളിക്കുന്നത്. നീ തന്നെ ഒരു സത്യവാൻ വന്നേക്കണത്. പിന്നെ ഇങ്ങനത്തെ ഫോണായിട്ടല്ലേ പാവപ്പെട്ടത് നടക്കണത്. ഒന്ന് പോടപ്പാ.